ആദ്യം ഞാൻ ഡോക്ടർ അരുണിലേക്ക് പോകുന്നു. ഡോക്ടർ അരുൺ, ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയെ രാവിലെ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലായിരുന്നു. അതിനുശേഷം അറസ്റ്റ്. ഇപ്പോൾ അദ്ദേഹം ജാമ്യത്തിൽ പോവുകയും ചെയ്തിരിക്കുന്നു. ചുമത്തിയിരിക്കുന്ന വകുപ്പുകളും നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ ഒന്നാം കേസ് പോലെ തന്നെയാവുമോ രണ്ടാം കേസ് എന്നൊരു സംശയം ഉയരുകയാണ്. എന്താണ് തോന്നുന്നത്? കുരുക്ക് മുറുകുമോ അതോ അയ്യുമോ? ശ്രുതി, കുരുക്കേ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ടേക്ക് ഈ വിഷയത്തിൽ. ഇന്ന് നമ്മൾ ഏകദേശം ഒരു 8-9 മണിക്കൂർ നേരം ടെലിവിഷൻ്റെ ലൈവ് ഷോയാണ് യഥാർത്ഥത്തിൽ പോലീസ് സമ്മാനിച്ചത്. പോലീസിനെ ഞാൻ കുറ്റം പറയില്ല. പോലീസിന് ചെയ്യാൻ കഴിയുന്ന സാധ്യമായത് പോലീസ് ചെയ്തുവെന്നാണ് പോലീസ് വിശ്വസിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മളെപ്പോലുള്ള ടെലിവിഷൻ ചാനലുകൾക്ക്, മാധ്യമപ്രവർത്തകർക്ക്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിരീക്ഷിക്കുന്നവർക്ക് വളരെ താല്പര്യമുള്ള ഒരു വിഷ്വൽ ട്രീറ്റാണ്, അല്ലെങ്കിൽ ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുന്ന ചില സന്ദർഭങ്ങൾ സമ്മാനിച്ചു എന്നതിനും അപ്പുറം ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ ഒരു കുരുക്കും നിലവിൽ ഷൈൻ ടോം ചാക്കോയ്ക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തെന്നാൽ ഇപ്പോൾ FIR ഞാൻ പരിശോധിക്കുകയായിരുന്നു. FIR ഇട്ടിരിക്കുന്നത് എന്തുമായി ബന്ധപ്പെട്ട കേസിലാണ്? PGS വേദാന്ത എന്ന ഹോട്ടലിലെ 314 നമ്പർ മുറിയിൽ നിന്ന് ഷൈൻ ടോം ചാക്കോ പോയതുമായി ബന്ധപ്പെട്ടാണ് FIR ഇട്ടിരിക്കുന്നത്. സജീറുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ FIR വന്നിട്ടില്ല. എന്ന് വെച്ചാൽ എന്താ പ്രശ്നം? ഇതിൽ BNS 238 ഇട്ടിട്ടുണ്ട്. തെളിവ് നശിപ്പിക്കലാണ് ഇട്ടിരിക്കുന്നത്. കിട്ടാത്ത തെളിവ് എങ്ങനെയാണ് ഇവർ നശിപ്പിക്കുക? ഇല്ലാത്ത തെളിവ് എങ്ങനെയാണ് അവർ നശിപ്പിക്കാൻ പോവുക എന്ന വളരെ പ്രസക്തമായ ചോദ്യമുണ്ടല്ലോ. ഇതാണല്ലോ കോടതി ചോദിക്കാൻ പോകുന്നത്. തെളിവിൻ്റെ ഒരു അംശമെങ്കിലും കിട്ടിയോ? എന്തെങ്കിലും സൂചന കിട്ടിയോ? ആ സമയത്ത് സെർച്ച് വാറണ്ടുമായിട്ടാണോ ഇവരവിടെ പോയത്? ലീഗൽ സെർച്ച് ആണോ അവിടെ നടന്നത്? അല്ല. കോടതിയിൽ ആദ്യം പൊളിയാൻ പോകുന്ന ഒറ്റ ചോദ്യമാണ്, നിങ്ങൾ നടത്തിയതൊരു ലീഗൽ സെർച്ച് ആണോ? അല്ല. ലീഗൽ സെർച്ച് അല്ല നടത്തിയതെന്ന് മാത്രമല്ല, അവിടെ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ലഹരിയുടെ എന്തെങ്കിലും സാന്നിധ്യം കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടുമില്ല. അപ്പോൾ ഇല്ലാത്ത തെളിവ് നശിപ്പിക്കാൻ കഴിയില്ല എന്ന വാദം നിലവിൽ ഷൈൻ ടോം ചാക്കോയെ പിന്തുണയ്ക്കും. അപ്പോൾ BNS 238 നിൽക്കില്ല. അടുത്തത് PDNS ആണ്, പബ്ലിക് ഈ പറയുന്ന നർക്കോട്ടിക് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരമുള്ള 2 വകുപ്പുകൾ. അതിലൊന്ന് 27B ആണ്, മറ്റൊന്ന് 29(1) ആണ്. ഇപ്പോൾ 27B എന്ന് പറയുന്നത് ലഹരി ഉപയോഗത്തെക്കുറിച്ചുള്ളതാണ്. ലഹരി ഉപയോഗം എങ്ങനെ നിൽക്കാൻ സാധ്യതയുണ്ടോ? ലഹരി ഉപയോഗം ഇപ്പോൾ ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്നത് മെത്താഫിറ്റമിനും കഞ്ചാവുമാണ്. കഞ്ചാവൊക്കെ എനിക്ക് തോന്നുന്നത് അടുത്ത 48 മണിക്കൂർ കഴിയുമ്പോൾ അതിൻ്റെ ശേഷിപ്പുകൾ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുമെന്നാണ്. മാത്രമല്ല, ഇതൊന്നും തെളിയിക്കാൻ എത്രയോ സമയങ്ങളെടുത്തേക്കാം. കഞ്ചാവ് തന്നെ ഉപയോഗിച്ചു എന്ന് തെളിയിച്ചാൽ പോലും അതിന് വലിയ ശിക്ഷയില്ലാത്ത സാഹചര്യവും നമ്മുടെ മുന്നിലുണ്ട്. കാരണം അത് ക്വാണ്ടിറ്റിയോട് കൂടി പിടിക്കണം. ഇയാൾക്ക് വേണമെങ്കിൽ മറ്റൊരു വാദം വയ്ക്കാം. കഞ്ചാവ് ലീഗലൈസ് ചെയ്തിരിക്കുന്ന നാട്ടിൽ പോയപ്പോൾ ഇയാൾ അവിടെ നിന്ന് കഴിച്ചു എന്ന് പറയുന്ന ഒരു ആർഗ്യുമെന്റ് വയ്ക്കാം. അപ്പോൾ ഇത് 27 നിൽക്കാൻ സാധ്യതയില്ല. പിന്നുള്ള ഗൂഢാലോചനയാണ് 29. ഇതിൽ ഈ ഗൂഢാലോചന എവിടെയാണ്, എങ്ങനെയാണ് നിങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിയുക? നിലവിൽ ആ മുറിയിൽ ഉണ്ടായിരുന്നയാൾ മറ്റൊരാവശ്യത്തിന് മറ്റൊരു സപ്ലൈയുമായിട്ട് അവിടെ എത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിത്തിൻ ഇൻവേർട്ടഡ് കോമ. ഞാനത് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യം അത് നിലവിൽ അങ്ങനെ ഒരു ചാർജ് പോലീസിനില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ കേസിലും യഥാർത്ഥത്തിൽ ഈ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടിയതുമായി ബന്ധപ്പെട്ട് ഷൈൻ ടോം ചാക്കോയെ ഒരു കാരണവശാലും കുരുക്കാൻ നിലവിലുള്ള സംവിധാനത്തിന് കഴിയില്ല. ഇനി എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അത് സജീറുമായി ബന്ധപ്പെട്ട് നടത്തിയ പണമിടപാടിലാണ്. എന്നാൽ ആ പണമിടപാട് 20,000 രൂപ സജീറിന് അയച്ചു കൊടുത്തു, ഗൂഗിൾ പേ വഴി കൊടുത്തു. അയാളൊരു ഡ്രഗ് ഡീലറാണ് എന്നുള്ളത് സ്ഥാപിക്കുകയും ഇനി സജീറിൻ്റെ മൊഴി കൂടി ഇത് കൊറാബറേറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും സജീറിൻ്റെ വിശ്വസ്തനായിട്ടുള്ള കൺസ്യൂമറാണ് ഷൈൻ ടോം ചാക്കോ എങ്കിൽ സജീർ മൊഴി കൊടുക്കാനുള്ള സാധ്യതയില്ല. ആ സാഹചര്യത്തിലും നിലവിൽ കൊറാബറേറ്റ് ചെയ്ത മൊഴിയുടെ അഭാവത്തിൽ ഷൈൻ ടോം ചാക്കോയ്ക്ക് അവിടെ ഊരിപ്പോരാൻ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതാണ് ഈ കേസിനെ പറ്റി പറയാനുള്ളത്. എനിക്കിന് ഒരു കാര്യം കൂടി പറയാനുണ്ട്, വളരെ ലളിതമായി പറഞ്ഞു നിർത്താം. യഥാർത്ഥത്തിൽ ഷൈൻ ടോം ചാക്കോയെ ഒരു കുറ്റവാളി എന്ന നിലയിൽ കാണുന്നതിനേക്കാൾ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം രോഗാതുരമായി ജീവിക്കുന്ന ഒരാളാണ് എന്നുള്ളതാണ്. അയാളൊരു ഡ്രഗ് അഡിക്റ്റ് ആണോ എന്ന് പോലും സംശയം ഉണ്ടാക്കത്തക്ക രീതിയിലാണ് അയാളുടെ മാത്രമല്ല അയാളുടെ സഹോദരൻ്റെയും പ്രതികരണം എന്ന് വന്നിരിക്കുന്നത്. സഹോദരൻ പറഞ്ഞത് ഇയാളെ നേരത്തെ ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയിട്ടുള്ള എന്നാണ്. അങ്ങനെയാണെങ്കിൽ സമൂഹം ഇടപെട്ട്, കുടുംബം ഇടപെട്ട്, ഈ സിനിമയിൽ ഇയാളെ സ്നേഹിക്കുന്ന ആളുകൾ ഇടപെട്ട് ഇങ്ങനൊരു സ്വഭാവം ഇയാൾക്കുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അയാളെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപോവുകയും അയാളെ ഇതിൽ നിന്ന് മോചിപ്പിക്കുകയുമാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. മറ്റേതെങ്കിലും തരത്തിൽ ഇയാൾ ഇതുമായി ബന്ധപ്പെട്ട ബിസിനസ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുക്കുകയാണ് ആവശ്യം എന്നുള്ളത്. ബാക്കിയെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം വാർത്തയാണ് എന്നത് മാത്രം. അതിനപ്പുറത്തേക്കൊന്നും ഷൈൻ ടോം ചാക്കോയ്ക്ക് ഈ വിഷയത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല. പോലീസിന് ഇക്കാര്യത്തിൽ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കാരണം ഈ തസ്ലീമ സുൽത്താന ഇയാളുടെ ഒരു ഡ്രഗ് ഡീലർ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ സമയത്ത് തന്നെ ഈ ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിച്ചിരുന്നുവെങ്കിൽ ആ FIR എക്സൈസ് ഇട്ട FIR ആണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെഡിക്കൽ പരിശോധന പോലീസ് കൂടി ഇന്ന് നടത്താൻ ആദ്യമേ തന്നെ തുനിഞ്ഞിരുന്നെങ്കിലൊക്കെ കുറച്ചുകൂടി ഒരു പക്ഷേ തെളിവുകൾ കിട്ടുമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 32 ചോദ്യങ്ങൾ കൊണ്ട് കുരുക്കാൻ പറ്റുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. പക്ഷേ ഷൈൻ ടോം ചാക്കോയ്ക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അത് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെടേണ്ടതാണ്. അത് കുടുംബമാണ് പ്രധാനമായിട്ടും, സുഹൃത്തുക്കളാണ് പ്രധാനമായിട്ടും ആലോചിക്കേണ്ടതെന്നാണ് എൻ്റെ ടേക്ക്. ഇത് ഒരു സംഭവമല്ല, ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നതായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്നലെ വിശദമായി ചർച്ച ചെയ്തു. സിനിമയിലെ പാക്കപ്പ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിയുണ്ട്, കാരവൻ പാർട്ടി എന്ന് പറയുന്ന കാരവൻ പാർട്ടിയുണ്ട്. അങ്ങനെ ഒരുപാട് പാർട്ടികളിൽ ലഹരിയില്ലാതെ പറ്റാത്ത വിധം സംവിധായകരിൽ ചിലർ മാറിയിട്ടുണ്ട്, ചില യൂത്ത് നടന്മാർ മാറിയിട്ടുണ്ട്, ചില യൂത്ത് നടിമാർ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് സിനിമയെ ലീഗലൈസ് ചെയ്യുന്ന തരത്തിൽ ചില ബന്ധങ്ങൾ കൂടി ഉണ്ടാവുന്നു, സമ്മർദ്ദം കൂടി തിരക്കഥാകൃത്ത്
സ്ഥാനാർത്ഥികൾക്ക് പോലും ഉണ്ടാകുന്നു എന്നതാണ് ഞാൻ ഇന്നലെ പറഞ്ഞു നിർത്തിയത്. അതിൻ്റെ ഒരു തുടർച്ച എന്ന വണ്ണം പറയട്ടെ, ഇത് അത്ര പെട്ടെന്ന് എളുപ്പത്തിൽ പരിഹരിക്കാൻ പറ്റുന്നൊരു വിഷയമല്ല. വലിയ ഇച്ഛാശക്തി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വേണം, പോലീസിൻ്റെയും എക്സൈസിൻ്റെയും ഭാഗത്തുനിന്ന് വേണം, സിനിമാ പ്രവർത്തകരുടെ ഉള്ളിൽ നിന്നും വലിയ രീതിയിലുള്ള ഇച്ഛാശക്തിയോട് കൂടിയുള്ള ഒരു റിഫോർമേഷൻ ഈ മേഖലയിൽ ആവശ്യമാണ് എന്നാണ് എൻ്റെ ടേക്ക്. കുരുക്കല്ല എന്ന് തന്നെയാണ് എൻ്റെ ഭാഗം. ശരി. Meet the editors.